വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾ അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എന്താ ഇടാക്കണേ? കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുക. എന്നാല് എന്തിനാ മഞ്ഞപ്പൊടി ഇടണേ? ജസ്റ്റ് ഒരു കളറിന് കേട്ടോ, ടേസ്റ്റിനൊന്നല്ല ഇടണേ. അതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ. 1 ടീസ്പൂണല്ല, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടുകയാണ് ചെയ്യണേ. അടുത്തത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ആവശ്യത്തിന്. വെള്ളം നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് 4 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്. ഉപ്പ് 1/2 ടീസ്പൂൺ അല്ലേ? അല്ല, ആവശ്യത്തിന് അല്ലേ? യെസ്, ഉപ്പ് ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയിട്ടുണ്ട് അല്ലേ? കളർ എത്ര മതി? നല്ല രുചിയുണ്ട് തോന്നുന്നു. ഉപ്പ് ആകായിട്ടില്ല. ഉപ്പ് ഇത്ര പോരെ? ഒത്തിരി ഉപ്പ് കൂടി ആഡ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച്. അതെ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സായി കഴിഞ്ഞിട്ട് ഉപ്പുണ്ട്. മതി മതി. ഇല്ല നീറ്റാ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ലൈറ്റർ എടുക്കുക. ലൈറ്റർ എടുത്തതിന് ശേഷം സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ അതിലേക്ക് വെക്കുക. ഫ്ലെയിം ആവശ്യത്തിന്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഓക്കെ. ഉള്ളി ഉപയോഗിച്ചത് എത്ര ഉള്ളിയാ? 2 ഉള്ളിയല്ല, 1 ഉള്ളിയാട്ടോ യൂസ് ചെയ്ത്. 1 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്യാം. ഏതാ നൈസ്? വെച്ചാ ഒരു പ്രാണി ഉണ്ടാക്കണം വെച്ചാ കേട്ടോ. എവിടെ പ്രാണി? തേനീച്ച കേട്ടോ. തേനീച്ചല്ല, ഈച്ച. ആസിഡ് ഫ്ലൈ അതോ? എവിടുത്തെ പറഞ്ഞോ? ഇനി കുറച്ച് കഴിയുമ്പോൾ വന്നാൽ മതി. ഉള്ളിയും ക്യാരറ്റും കേട്ടോ നമ്മൾ ആഡ് ചെയ്യണേ. ഉള്ളിയും ക്യാരറ്റും ബീൻസും ഉണ്ട്. അപ്പോൾ ഇനി മുറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ചട്ടിയിലേക്ക് ലേശം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചോ? ഒരു വെള്ളമുണ്ട്. ഓയിൽ ഒഴിക്കല്ലേ? വെള്ളം വറ്റിയതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഓക്കെ, ഓയിൽ ഒഴിച്ചിരിക്കുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒച്ച ഉണ്ടെങ്കിൽ ചട്ടിയിൽ വെള്ളമുണ്ടെന്നാണ് അർത്ഥം. അയ്യോ, അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യത കൂടുതലാണ്. ഉള്ളി ധൈര്യപൂർവ്വം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടാൽ പെട്ടെന്നായി കിട്ടുമെന്നാണ് ഷെഫ് പറയുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വാടി കിട്ടും. ജിഞ്ചർ ഗാർലിക് എടുക്ക്. ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് നന്നായി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യുക.
കണ്ണൊക്കെ അല്പം എരിയും. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഫാൻ ഇടണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഓക്കെ. ഇനി ബീൻസ് കട്ട് ചെയ്യുക, അല്ല ക്യാരറ്റ് കട്ട് ചെയ്യുക അല്ലേ. ക്യാരറ്റ് അല്പം കടിച്ചു നോക്കുക നല്ലതാണോ എന്ന്. അത് ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ല നൈസായി മുറിച്ച് കൊടുക്കണം. ഇതുപോലെ ചെറുതാക്കണോ? ഇനി വേണ്ട, ഇത്ര ചെറുതായാൽ മതി. അപ്പോഴേക്കും ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. ഇളക്കാൻ മറക്കരുത്. ക്യാരറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിലേക്ക് ഇടണം, ഉള്ളിലേക്ക്. ഓക്കെ. അപ്പം നമ്മൾ ഉള്ളി ഏകദേശം വാടി ഇങ്ങനെ ബ്രൗണിഷ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായി, ഇവിടെ നമ്മളെ പയറല്ലേ, ബീൻസും ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാം? ഇനി ഉള്ളി മാറ്റിയിട്ട് ബീൻസും ക്യാരറ്റും ഇതേപോലെ റോസ്റ്റ് ചെയ്യാം അല്ലേ. ഒരു വിസിലടിച്ച് റൈസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഉള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റും ബീൻസും കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓണാണോ? ആണ്. ബീൻസോ? ആ മതി. വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കോളിഫ്ലവർ, സോയാബീൻ, ക്യാപ്സിക്കം. ഇട്. നമ്മൾ ബീൻസ് റോസ്റ്റ് ചെയ്യാൻ പോണേ. ഒന്നിച്ചിട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ബീൻസും ക്യാരറ്റും ഏകദേശം ഇങ്ങനെ വാടിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. റൈസ് മിക്സ് ചെയ്യാം. റൈസ് എടുക്കുക. ആ റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന പാത്രത്തിൽ റൈസ് ഇടാം.
വെജിറ്റബിൾസ് നേരത്തെ ആക്കി വെച്ച ഉള്ളി. എല്ലാം കൂടി ഇട്ടിട്ട് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എഗ്ഗ് ആഡ് ചെയ്യാം. നമുക്ക് എഗ്ഗ് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് അതെ ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് ഇടാൻ പറ്റും അല്ലേ? നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടല്ലേ ഇടുന്നത്? അതെ. നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കാം. വേണോ? നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നെയ്യുണ്ട്. ഓക്കെ. നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മതി. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് എഗ്ഗ് മിക്സ് ചെയ്യാൻ പോവാണ്. എണ്ണ ചൂടായിട്ട് സാധാരണ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിടുക. ഇതുണ്ടാക്കി വരുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി മാറി എഗ് ഫ്രൈഡ് റൈസ് ആവുന്നുണ്ട് അല്ലേ? 4 എഗ്ഗ് എടുക്കുന്നുള്ളൂ. സമയം 1 മണി ആവാനായി. രാത്രി 1 മണിയാണ്. ഇന്ന് അല്പം ലേറ്റ് ആയി പോയിട്ടുണ്ട് ഫുഡ് കുക്ക് ചെയ്യാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്യണം. എഗ്ഗ് നല്ലോണം സ്ക്രാമ്പിളായി കിട്ടിയിട്ടുണ്ട്. ഇത് റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. കരിയാൻ പാടുള്ളതല്ല അല്ലേ? ഷെഫിൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പോയി, അതുകൊണ്ടാണ്. നന്നായി. ഓക്കെ, ഉണ്ടാക്കി വന്നപ്പോൾ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി. അപ്പോൾ പാകം അളന്ന് കുറിച്ചിട്ട പോലെ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാമല്ലേ? കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫുഡ് കഴിക്കുന്ന ചടങ്ങാണ്. അപ്പം നമ്മളെ ഫ്രൈഡ് റൈസ് അല്ല, വെജിറ്റബിൾ ബിരിയാണി ഓർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വല്ല ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഫ്രൈഡ് ചിക്കനാണ്. കുറച്ച് മൈനീസ് ഉണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.